ഹലോ എവരി വൺ, വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് NIOS പൊളിറ്റിക്കൽ സയൻസിന്റെ 15ാമത്തെ ചാപ്റ്റർ ആണ്. NIOS +2 പൊളിറ്റിക്കൽ സയൻസിന്റെ 15ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹൈക്കോടതിയെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കഷൻ ചെയ്യുന്നത്. ചാപ്റ്റർ 15. ഇപ്പോ ഹൈക്കോർട്ടും അതേപോലെ തന്നെ സബോർഡിനേറ്റ് കോർട്ടുകളും കീഴ്ക്കോട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് സുപ്രീം കോർട്ടിനെ ആയിരുന്നു അല്ലെ. ഹൈക്കോർട്ടിൽ നിന്നും ഏതൊരു വിധി വന്നാലും ആ വിധിക്ക് അപ്പീൽ പോകാനുള്ളതായിരുന്നു. നമ്മുടെ എല്ലാ വിധിയുടെയും അവസാനത്തെ ഘടകമായിരുന്നു സുപ്രീം കോർട്ട് എന്ന് ടീച്ചർ പറഞ്ഞു തന്നു. ഇനി നമ്മൾ ഹൈക്കോടതിയെ കുറിച്ചും കീഴ്ക്കോടതിയെ കുറിച്ചുമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതിയുടെ ഘടനയെ കുറിച്ച്, അതേപോലെ തന്നെ ഹൈക്കോടതിയുടെ അധികാരങ്ങളും അധികാര പരിധിയെ കുറിച്ച്, അതേപോലെ മൗലികാവകാശ സംരക്ഷണത്തിലെ ഹൈക്കോടതിയുടെ പങ്കിനെ കുറിച്ച്, കീഴ്ക്കോടതികളുടെ പ്രവർത്തനത്തെ കുറിച്ച്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിലൂടെ, അതായത് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കേണ്ടത്. ഹൈക്കോടതിയുടെ ഘടന, ഹൈക്കോടതിയുടെ അധികാരങ്ങളും അധികാര പരിധിയും, മൗലിക അവകാശ സംരക്ഷണത്തിൽ ഹൈക്കോടതിയുടെ പങ്ക് എന്താണ് എന്ന് മാത്രമല്ല കീഴ്ക്കോടതികളുടെ പ്രവർത്തനം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കഷൻ ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. നിങ്ങളുടെ അതായത് NIOS +2 ഗൈഡിലെ 15ാമത്തെ ചാപ്റ്റർ പേജ് നമ്പർ 112 ഈ ചാപ്റ്ററിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ റെക്കോർഡിംഗ് ക്ലാസ് കണ്ടതിന് ശേഷം, കേട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗൈഡ് എടുത്ത് പഠിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് അത് ഒന്നുകൂടി നന്നായിട്ട് എഫക്റ്റീവ് ആവുള്ളൂ. റെക്കോർഡിംഗ് കേട്ട് ഹൈക്കോടതിയുടെ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഗൈഡും കൂടി എടുത്ത് പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഇന്ത്യയുടെ ഹൈക്കോടതിയെ കുറിച്ചാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. അപ്പൊ അതിൽ കുറച്ച് ടീച്ചർ ഹൈക്കോടതിയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ മൊത്തം ഹൈക്കോടതി എത്രണ്ണ ചോദിച്ചു കഴിഞ്ഞാൽ 21 ഹൈക്കോടതികളാണുള്ളത്. മാത്രല്ല കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഹൈക്കോടതി എന്ന് പറയുന്നത് ഡൽഹിയിൽ മാത്രമാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അതേപോലെ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കാനുള്ള അധികാരവും നമ്മുടെ രാഷ്ട്രപതിക്കാണുള്ളത്. അപ്പോ അതേപോലെ ഇനി ഹൈക്കോടതിയിൽ നിന്നും നമുക്ക് ഏത് ശിക്ഷ വിധിയാണ് ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ നടപ്പിലാക്കാൻ സാധിക്കാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ വധശിക്ഷ. നമുക്ക് കീഴ്ക്കോടതിയിൽ നിന്നും വധശിക്ഷ നടപ്പാക്കാൻ പറ്റില്ല. വധശിക്ഷ പോലെയുള്ള കാര്യങ്ങളൊക്കെ എവിടുന്നാണ് നടപ്പാക്കാൻ പറ്റുള്ളൂ, ഹൈക്കോടതിയിൽ നിന്ന്. ഇനി ഹൈക്കോടതിനെ അത് തടയുക ആരാണ്? സുപ്രീം കോടതി. അത് നമ്മൾ പഠിച്ചതുമാണ്. അപ്പൊ ഇന്ത്യയുടെ ഹൈക്കോടതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ മൊത്തം 21 ഹൈക്കോടതിയാണ് ഉള്ളത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഹൈക്കോടതി എന്ന് പറയുന്നത് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതി ഉണ്ടായിരിക്കും. ചില സംസ്ഥാനങ്ങൾക്ക് സംയുക്ത ഹൈക്കോടതി ഉണ്ടായിരിക്കും. ഓരോ ഹൈക്കോടതിയിലും ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇന്ത്യയുടെ ഹൈക്കോടതിയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ്? ഇന്ത്യയിൽ മൊത്തത്തില് എല്ലാ സംസ്ഥാനങ്ങളിലും ഹൈക്കോടതി ഉണ്ട്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഹൈക്കോടതി ഡൽഹിയിലാണ് ഉള്ളത്. മൊത്തം ഇന്ത്യയിൽ 21 ഹൈക്കോടതിയാണ് നിലവിലുള്ളത്. അതേപോലെ ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതി എന്നാണ് പറയുന്നത്. ചില സംസ്ഥാനങ്ങൾക്ക് ഒരു സംയുക്ത ഹൈക്കോടതി ഉണ്ടായിരിക്കും. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹൈക്കോടതിയെ കുറിച്ച് ഇൻട്രഡക്ഷൻ ആയിട്ട് പറയാനുള്ളത് കേട്ടോ. ഇനി അതിന്റെ നിയമനവും യോഗ്യതയുമാണ് ടീച്ചർ പറയുന്നത്. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ നേതൃത്വത്തിലാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത്. അതേപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഗവർണർ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരുമായി രാഷ്ട്രപതി ആലോചന നടത്തിയിട്ടാണ് ആരെ നിയമിക്കുക? ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുക. ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിനെ നിയമിക്കണമെങ്കിൽ രാഷ്ട്രപതി സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസുമായും ഗവർണറുമായും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരുമായിട്ട് എന്ത് ചെയ്യുന്നു? കൂടിയാലോചനകൾ നടത്തുന്നു. എന്നിട്ടാണ് ഹൈക്കോടതിയിൽ ജഡ്ജിയെ നിയമനം നടത്തുന്നത്.
ഇനി ഹൈക്കോടതി ജഡ്ജിയുടെ യോഗ്യത എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. ഹൈക്കോടതി ജഡ്ജി ആരായിരിക്കണം? ഇന്ത്യൻ പൗരനായിരിക്കണം. അതേപോലെ തന്നെ 10 വർഷം ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കണം. അതേപോലെ 10 വർഷം അഭിഭാഷകനായി വക്കീലായിട്ട് പ്രവർത്തിച്ചിരിക്കണം. ഇതൊക്കെയാണ് ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനത്തിലും യോഗ്യതയിലും പറയുന്ന കാര്യങ്ങൾ. മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഹൈക്കോടതി ജഡ്ജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമനം രാഷ്ട്രപതിയാണ് നടത്തുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരും ഗവർണർമാരും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടാണ് ജഡ്ജിയെ നിയമിക്കുന്നത്. യോഗ്യത എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനായിരിക്കണം, 10 വർഷം ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കണം, 10 വർഷം അഭിഭാഷകനായിട്ട് പ്രവർത്തിച്ചിരിക്കണം. അപ്പൊ നിയമനവും യോഗ്യതയും നമ്മൾ പറഞ്ഞു അല്ലെ. അടുത്തതാണ് അതേപോലെ ഹൈക്കോടതി ജഡ്ജിയുടെ കാലാവധി എന്ന് പറയുന്നത് 62 വയസ്സ് പ്രായമാണ്. 62 വയസ്സ് പ്രായമായ ഒരാൾക്ക് ഹൈക്കോടതിയിലെ ജഡ്ജി ആകാൻ യോഗ്യതയുള്ളൂ. കാരണം അത്രയും എന്താ പറയാ പ്രായവും പക്വതയും ഒക്കെ വരണം. അല്ലാത്ത ആളുകളെ ഹൈക്കോടതി ജഡ്ജി ആക്കാൻ പറ്റില്ല. അപ്പൊ ഒരു 40-45 വയസ്സിലൊന്നും ഹൈക്കോടതി ജഡ്ജി ആവില്ല. ഹൈക്കോടതി ജഡ്ജി ആവണമെങ്കിൽ ഒരു 62 വയസ്സെങ്കിലും ആയിരിക്കണം. സോറി, വിരമിക്കൽ പ്രായം കേട്ടോ പറയുന്നത്. വിരമിക്കേണ്ട പ്രായം എന്ന് പറയുന്നത് 62 വയസ്സാണ്. അദ്ദേഹത്തിന് പക്വത ആയിട്ടുള്ള ഇന്ത്യൻ പൗരനായിരിക്കണം. മാത്രല്ല 10 വർഷമെങ്കിലും അഭിഭാഷകനായിട്ട് അദ്ദേഹം ആ സ്ഥാനം വഹിച്ചിരിക്കണം. ഇവിടെ മറ്റു കോടതികളിലൊക്കെ അഭിഭാഷകനായിട്ടും സ്ഥാനം വഹിച്ചിട്ടുള്ള ആളായിരിക്കണം. അതേപോലെ തന്നെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നതാണ് 62 വയസ്സ്. അതേപോലെ തന്നെ അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുക ഏതൊക്കെ സാഹചര്യത്തിലാണ് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ തെളിയിക്കപ്പെട്ട ദുർവ്യവഹാരം എന്ന് പറഞ്ഞാല് ഹൈക്കോടതി ജഡ്ജി ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്യാം. അതാണ് തെളിയിക്കപ്പെട്ട ദുർവ്യവഹാരം. അശക്തി, ശക്തമായ ആക്ഷൻ, തെറ്റുകൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പാർലമെന്റിലെ 2 സഭകളുടെയും പ്രമേയം, രാഷ്ട്രപതിയുടെ ഉത്തരവ്, ഇങ്ങനെ 4 കാര്യങ്ങളിലൂടെ മാത്രമേ ഹൈക്കോടതി ജഡ്ജിയെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്താണ്? ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്. ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട അധികാരമാണ് ഏത്? ഒറിജിനൽ ജുറിഡിക്കേഷൻ എന്ന് പറയും. എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട പവേഴ്സ് ആൻഡ് ജുറിഡിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഹൈക്കോടതിയുടെ അധികാരങ്ങളും ചുമതലകളും. പവേഴ്സ്, ഹൈക്കോടതിയുടെ പവേഴ്സ് എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട പവേഴ്സ് ആണ്. ഒന്നാമത്തത് ഒറിജിനൽ ജുറിഡിക്കേഷൻ ആൻഡ് അപ്പീലേറ്റ് ജുറിഡിക്കേഷൻ. സുപ്രീം കോടതിയിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും വരുന്നത്. ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട അധികാരമാണ് ഒറിജിനൽ ജുറിഡിക്കേഷൻ, തനത് അധികാരം എന്ന് പറയും. ഒറിജിനൽ ജുറിഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ തനത് അധികാരം. തനത് അധികാരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാ വരിക നോക്കൂ. മൗലിക അവകാശ ലംഘന കേസുകൾ. നമുക്കറിയാം, മൗലിക അവകാശം ഏതൊരു പൗരന്റെയും മൗലിക അവകാശം ലംഘിക്കപ്പെട്ടാൽ ആ വ്യക്തിക്ക് കോടതി മുമ്പാകെ തന്റെ മൗലിക അവകാശം നേടിയെടുക്കാവുന്നതാണ്. അപ്പോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മൗലിക അവകാശം ലംഘിക്കപ്പെടുമ്പോൾ റിട്ട് പുറപ്പെടുവിക്കുക. എപ്പോഴാ റിട്ട് പുറപ്പെടുവിക്കുക? നമുക്കറിയാം ഏതൊക്കെയാണ് റിട്ടുകൾ എന്ന്. ഒരു വ്യക്തിയുടെ മൗലിക അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രൂപം കൊടുത്ത 32ാമത്തെ ആർട്ടിക്കിളിൽ വരുന്നതാണ് റിട്ടുകൾ. ഹേബിയസ് കോർപ്പസ്, മണ്ടാമസ്, കോവാറന്റോ, സെർഷ്യോറ്റി, അതൊക്കെയാണ് റിട്ടുകൾ എന്ന് പറയാം. അപ്പൊ റിട്ടുകൾ പുറപ്പെടുക്കുക. ഏതൊരു പൗരന്റെയും അവകാശത്തെ സംരക്ഷിക്കാൻ വേണ്ടി കോടതി മുമ്പാകെ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഏത്? റിട്ടുകൾ. അപ്പൊ ആ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഏതിൽ വരും? ഒറിജിനൽ ജുറിഡിക്കേഷൻ. അതേപോലെ തെരഞ്ഞെടുപ്പ് ഹർജികൾ. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് ആളുകൾ സ്ഥാനാർത്ഥിയായി നിൽക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, മാനദണ്ഡം ഉണ്ട്. അപ്പൊ ചിലവരേനെ അയോഗ്യരാക്കും. അപ്പൊ ആ അയോഗ്യരാക്കുമ്പോൾ കോടതിയുടെ ഉത്തരവ് പ്രകാരം വേണമെങ്കിൽ അയോഗ്യത ഒഴിവാക്കാവുന്നതാണ്. അപ്പൊ കോടതി ഉത്തരവ് പ്രകാരം അയാൾക്ക് മത്സരിക്കാവുന്നതാണ്.
അപ്പൊ ആ തെരഞ്ഞെടുപ്പ് ഹർജികളൊക്കെ കൊടുക്കുക ഏതിലൂടെയാണ്? ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട അധികാരമായിട്ടുള്ള ഒറിജിനൽ ജുറിഡിക്കേഷൻ അഥവാ തനതധികാരം. കൂടാതെ പിന്നെ എന്തൊക്കെയായാലും വരും? കോട്ട ലക്ഷ്യം, കമ്പനി നിയമങ്ങൾ, വൈവാഹിക നിയമങ്ങൾ, വിൽപത്രങ്ങൾ, അഡ്മിറാലിറ്റി എന്നീ കാര്യങ്ങളിൽ ഹൈക്കോടതിക്ക് ഒറിജിനൽ അധികാരമുണ്ട്. സംസ്ഥാനത്തിനകത്തുള്ള ഏത് വ്യക്തിയുടെയും സ്ഥാപനങ്ങളുടെയും പേരിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാനും നിർദ്ദേശം കൊടുക്കാനും ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. ഇതൊക്കെയാണ് ഹൈക്കോടതിയുടെ ഒറിജിനൽ ജുറിഡിക്കേഷൻ അഥവാ തനത് അധികാരം എന്ന് പറയുന്നത്. അടുത്തതാണ് അപ്പീലേറ്റ് ജുറിഡിക്കേഷൻ. എന്താ അപ്പീലേറ്റ് ജുറിഡിക്കേഷൻ എന്ന് പറഞ്ഞാല്? അപ്പീൽ അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പീൽ അധികാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിവിൽ കേസുകളിലെ അപ്പീല്. പലതരത്തിലുള്ള സിവിൽ കേസുകളിൽ നിന്നും ഇപ്പൊ നമുക്കറിയാം, കീഴ്ക്കോടതിയിൽ നിന്നും എന്തെങ്കിലും ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ ആ വിധിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹൈക്കോടതിയെ സമീപിക്കാം. ഇപ്പൊ ജില്ലാ കോടതിയിൽ നിന്നോ മറ്റ് കീഴ്ക്കോടതികളിൽ നിന്നും വിധി വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ വിധി സ്റ്റോപ്പ് ചെയ്യുന്നതിനും തുടർ അന്വേഷണത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആരെ സമീപിക്കാം? ഹൈക്കോടതിയെ സമീപിക്കാം. അങ്ങനെ സമീപിക്കാനുള്ള അധികാരത്തെയാണ് എന്ത് പറയുക? അപ്പീലേറ്റ് ജുറിഡിക്കേഷൻ അഥവാ അപ്പീൽ അധികാരം എന്ന് പറയുന്നത്. നമുക്കറിയാം. അതേപോലെ ക്രിമിനൽ കേസുകളിലെ അപ്പീൽ. ഇപ്പൊ നമുക്ക് കീഴ്ക്കോടതികളിൽ ഏതെങ്കിലും ഒരാള് കളവ് ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷെ അയാൾ ചെയ്തിട്ടില്ല. പക്ഷെ കീഴ്ക്കോടതിയിൽ നിന്ന് അയാൾക്കെതിരായിട്ട് വിധി വന്നു എന്ന് കരുതുക. സത്യത്തിൽ അയാൾ ചെയ്തിട്ടില്ല, തെളിവ് വേണമല്ലോ. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം? ഹൈക്കോടതി മുമ്പാകെ അപ്പീലിന് പോവാം. അപ്പൊ ഈ അപ്പീലേറ്റ് ജുഡിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രവൃത്തി എവിടെയാണ് നടക്കുന്നത്? ആരുടെ അധികാരമാണ്? ഹൈക്കോടതിയുടെ അധികാരമാണ്. അപ്പൊ സിവിൽ കേസുകളിലുള്ള അപ്പീലും ക്രിമിനൽ കേസുകളിലുള്ള അപ്പീലും ഒക്കെ എവിടെ പോകാം? നമുക്ക് ഹൈക്കോർട്ടിലേക്ക് പോവാം. അത് ഹൈക്കോർട്ടിന്റെ അപ്പീൽ അധികാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തതാണ് ഹൈക്കോടതിയുടെ മറ്റ് അധികാരങ്ങൾ എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ മറ്റ് ചില അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മള് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട 2 അധികാരങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചത്? ഒറിജിനൽ ജുറിഡിക്കേഷനും പഠിച്ചു, അപ്പീലേറ്റ് ജുറിഡിക്കേഷനും പഠിച്ചു. ഇനി ഹൈക്കോടതിയുടെ മറ്റ് പ്രധാനപ്പെട്ട അധികാരങ്ങൾ ഏതൊക്കെയാ നോക്കൂ. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം. നമുക്കറിയാം, റിട്ട് പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? റിട്ട് പുറപ്പെടുവിക്കുക പറഞ്ഞാല് മൗലിക അവകാശങ്ങളിലെ ഫണ്ടമെന്റൽ റൈറ്റില് 6ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് റിട്ട് എന്ന്, അല്ലെ? കോടതി ഉത്തരവുകള്. ഏതൊക്കെയാണ് റിട്ടുകള്? ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസിൽ എന്താ പറയാ? ശരീരം ഹാജരാക്കുക. ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിന്റെ ഉള്ളിൽ അയാളുടെ ശരീരം ആരെ മുന്നിൽ ഹാജരാക്കണം? ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കണം. അതാണ്. അപ്പൊ അത്തരത്തിലുള്ള റിട്ടുകളൊക്കെ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കാണുള്ളത്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള റിട്ടുകളാണുള്ളത്? ഹേബിയസ് കോർപ്പസ് ഉണ്ട്, മാൻഡാമസ് ഉണ്ട്, പ്രോഹിബിഷൻ ഉണ്ട്, കോവാറന്റ് ഉണ്ട്, സെർഷ്യോറ്റി ഉണ്ട്. ഇതൊക്കെ എന്താന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത്തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതിയുടെ അധികാരത്തിൽ വരുന്നതാണ്. പിന്നെ കീഴ്ക്കോടതികളെ മേൽനോട്ടം വഹിക്കുക. എല്ലാ വിധത്തിലുള്ള കീഴ്ക്കോടതികളെയും നമുക്കറിയാം. നമ്മുടെ ഹൈക്കോർട്ട് എവിടെയാണ്? കേരളത്തിലെ ഹൈക്കോർട്ട് എന്ന് പറയുന്നത് എറണാകുളത്താണ്. മാത്രല്ല എല്ലാ കീഴ്ക്കോടതികളെയും മേൽനോട്ടം വഹിക്കുന്നതും ആരെന്നെയാണ്? ഹൈക്കോടതിയുടെ ചുമതലയാണ്. മാത്രല്ല ഈ ഹൈക്കോർട്ടിൽ വാദിക്കുന്ന എല്ലാ കേസുകളുടെയും ഫയലുകൾ റെക്കോർഡാക്കി സൂക്ഷിക്കുന്നതിനുള്ള അധികാരവും ഹൈക്കോർട്ടിനുണ്ട്. ഇപ്പൊ ഏത് വർഷം നടന്ന കേസാണെങ്കിലും അതൊക്കെ അവിടെ റെക്കോർഡായിരിക്കണം. അപ്പൊ അങ്ങനെ റെക്കോർഡ് കീപ്പ് ചെയ്യാനുള്ള ഏത് കേസിന്റെ ഫയലും റെക്കോർഡായി സൂക്ഷിച്ചു വെക്കേണ്ട റെസ്പോൺസിബിലിറ്റിയും ആരുടെ തന്നെയാണ്? ഹൈക്കോടതിയുടേതാണ്. അതേപോലെ തന്നെ ഭരണഘടനാ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട കേസുകൾ ഏറ്റെടുക്കുന്നതും ആരെന്നെയാണ്? ഹൈക്കോടതിയാണ്. കോടതിയെ ലക്ഷ്യത്തിന് ശിക്ഷിക്കുന്നതും ഉള്ള അധികാരം ആർക്ക് തന്നെയാണ്? ഹൈക്കോടതിക്കാണ്. അപ്പൊ ഇതൊക്കെയാണ് ഹൈക്കോടതിയുടെ മറ്റ് അധികാരങ്ങളായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഹൈക്കോടതിയുടെ അധികാരം ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ വെക്കണം? അതായത് ഹൈക്കോടതിയുടെ അധികാരം എന്ന് പറയുമ്പോൾ
ഒറിജിനൽ ജുറിഡിക്കേഷൻ തനതധികാരം, അപ്പീലിയേറ്റ് അധികാരം, അതിനുശേഷം നിങ്ങൾ വെക്കേണ്ടത് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം, കീഴ്ക്കോടതികളുടെ മേൽനോട്ടം വഹിക്കാനുള്ള അധികാരം, ഭരണഘടനാ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട കേസുകൾ ഏറ്റെടുക്കാനുള്ള അധികാരം, കോർട്ട് ഓഫ് റെക്കോർഡ് ആക്കി വെക്കാനുള്ള അധികാരം, കോടതിയെ ലക്ഷ്യത്തിന് ശിക്ഷിക്കാനുള്ള അധികാരം, ഇതൊക്കെയാണ് ഹൈക്കോടതിയുടെ അധികാരങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ കീഴ്ക്കോടതികളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഏതൊക്കെയാണ് കീഴ്ക്കോടതി എന്ന് പറയുമ്പോൾ? സിവിൽ കോടതികളുണ്ട്, ക്രിമിനൽ കോടതികളുണ്ട്, റവന്യൂ കോടതികളുണ്ട്. ഇപ്പൊ 3 രീതിയിലാണ് കീഴ്ക്കോടതികൾ ഉള്ളത്. ഏതൊക്കെ? സിവിൽ കോടതികൾ, ക്രിമിനൽ കോടതികൾ, റവന്യൂ കോടതികൾ. അതിൽ സിവിൽ കോടതിയിൽ ഏതൊക്കെയാ വരിക? ഇപ്പൊ മക്കളെ, കീഴ്ക്കോടതി ചോദിച്ചു കഴിഞ്ഞാല് ലോവർ കോർട്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോവർ കോർട്ട്. ഏതൊക്കെയാണ് ലോവർ കോർട്ടുകളുടെ ടൈപ്പുകൾ? ഏതൊക്കെ തരങ്ങളാണ് ലോവർ കോർട്ട് ചോദിച്ചാൽ സിവിൽ കോർട്ടുകള്, ക്രിമിനൽ കോർട്ടുകള്, റവന്യൂ കോർട്ടുകള്. ഇനി സിവിൽ കോർട്ടിൽ ഏതൊക്കെയാ വരിക? സിവിൽ കോടതിയിൽ വരുന്നത് ഏതൊക്കെയാണ്? ജില്ലാ കോടതി, സബ് കോടതി, കുടുംബ കോടതി, മുൻസിഫ് കോടതി, സ്മാൾ കേസസ് കോർട്ട്. ഇപ്പൊ സിവിൽ കോടതി നമ്മുടെ കീഴ്ക്കോടതിയിൽ വരുന്നതാണ് ഏത്? സിവിൽ കോടതി. ആ സിവിൽ കോടതിയിൽ വരുന്നത് ഏതൊക്കെയാണ്? ജില്ലാ കോടതി വരും, സബ് കോടതി വരും, കുടുംബ കോടതി വരും, മുൻസിഫ് കോടതി വരും, സ്മാൾ കേസസ് കോർട്ട് വരും. ഈ ജില്ലാ കോടതിയിലൊക്കെ എന്താണ് കൈകാര്യം ചെയ്യുക? സ്വത്ത് തർക്കങ്ങളെ കുറിച്ച്, വിവാഹമോചനം, കരാർ ലംഘനങ്ങളെ കുറിച്ച്, വാടക തർക്കങ്ങളെ കുറിച്ചൊക്കെയാണ് സിവിൽ കോർട്ടിൽ എന്ത് ചെയ്യുക? പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുക. അപ്പൊ നമ്മൾ സ്വത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടായാല് നമ്മൾ ഏത് കോടതിയിലാ പോവുക? സിവിൽ കോടതി, കീഴ്ക്കോടതി ആയിട്ടുള്ള സിവിൽ കോടതിയിൽ. വിവാഹമോചനം, കുടുംബ കോടതി, അല്ലെ? അതൊക്കെ എവിടെയാണ്? സിവിൽ കോടതിയാണ്. കരാർ ലംഘനം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം, ചില ടെൻഡറൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ തീർത്തു കൊടുക്കാന്നൊക്കെ പറഞ്ഞും പക്ഷെ അത് തീർത്തു കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ തീർത്തു കൊടുത്തതിന് ശേഷം പണം കിട്ടാതിരിക്കുക, അങ്ങനെ കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? കരാർ ലംഘനം ഉണ്ടാവുക. അപ്പോഴൊക്കെ നമ്മൾ ആരെയും സമീപിക്കേണ്ടി വരും? കോടതിയെ സമീപിക്കേണ്ടി വരും. അതാണ് കരാർ എന്ന് പറയുന്നത്. പിന്നെ വാടക തർക്കങ്ങൾ ഉണ്ടാവുക. ചിലപ്പോ മാസങ്ങളോളം, ചില വർഷങ്ങളോളം ഒക്കെ ചില ആളുകള് ചില വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചതിന് ശേഷം ഒഴിഞ്ഞു കൊടുക്കാൻ മടി കാട്ടും. വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ മടി കാട്ടും. അതല്ലെങ്കിൽ ചിലപ്പോ വാടക കുടിശ്ശിക ഒരുപാട് കൊടുക്കാനുണ്ടാവും. അപ്പോഴൊക്കെയാണ് വാടക തർക്കങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത്തരം കേസുകളൊക്കെ എവിടെയാണ് പരിഹാരം കാണുക? സിവിൽ കോടതികളിലാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങള് പരിഹാരം കണ്ടെത്താനുള്ള ഒരു സൊല്യൂഷനായിട്ട് പറയുന്നത് കേട്ടോ. നമ്മള് കീഴ്ക്കോടതിയിലെ സിവിൽ കോടതിയിലത്തെ കാര്യങ്ങളാ പഠിച്ച്. ഇനി ക്രിമിനൽ കോടതിയിൽ ഏതൊക്കെയാ വരിക? കീഴ്ക്കോടതിയിലെ 2ാമത്തെ കോടതിയാണ് ക്രിമിനൽ കോടതി. കീഴ്ക്കോടതിയിലെ 2ാമത്തെ കോടതിയായിട്ടാണ് ക്രിമിനൽ കോടതിയെ അറിയപ്പെടുന്നത്. ക്രിമിനൽ കോടതിയിൽ വരുന്നത് എന്തൊക്കെയാണ്? സെഷൻസ് കോടതി, 1ാം ക്ലാസ് മജിസ്ട്രേറ്റ്, 2ാം ക്ലാസ് മജിസ്ട്രേറ്റ്, 3ാം ക്ലാസ് മജിസ്ട്രേറ്റ്. ഇപ്പൊ ക്രിമിനൽ കോടതിയിൽ വരുന്നത് ഏതൊക്കെയാണ്? സെഷൻസ് കോടതിയും 1ാം ക്ലാസ് മജിസ്ട്രേറ്റും, 2ാം ക്ലാസ് മജിസ്ട്രേറ്റും, 3ാം ക്ലാസ് മജിസ്ട്രേറ്റുമാണ് ക്രിമിനൽ കോടതിയിൽ വരിക. അതില് ക്രിമിനൽ കോടതിയിൽ സെഷൻ കോടതി അറിയുമ്പോൾ മോഷണത്തെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും. 1ാം ക്ലാസ് മജിസ്ട്രേറ്റിൽ കൊലപാതകത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. 2ാം ക്ലാസ് മജിസ്ട്രേറ്റിൽ കവർച്ചയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. 3ാം ക്ലാസ് മജിസ്ട്രേറ്റിൽ ബലാത്സംഗം, ആക്രമണത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ 2ാമത്തെ കീഴ്ക്കോടതിയാണ് ക്രിമിനൽ കോടതി. നമ്മൾ 3 ഉണ്ട് പറഞ്ഞു കീഴ്ക്കോടതി. സിവിൽ കോടതി ഉണ്ട്, ക്രിമിനൽ കോടതി ഉണ്ട്, റവന്യൂ കോടതി ഉണ്ട്. അതിൽ നമ്മൾ സിവിൽ കോടതിയിൽ വരുന്നത് എന്തൊക്കെയെന്ന് പഠിച്ചു, അതിൽ പരിഗണിക്കുന്ന കേസുകൾ പഠിച്ചു. ക്രിമിനൽ കോടതിയിൽ വരുന്നത് ഏതൊക്കെയെന്ന് പഠിച്ചു, അതിൽ പരിഗണിക്കുന്ന കേസുകൾ പഠിച്ചു. അടുത്തതാണ് റവന്യൂ കോടതി. റവന്യൂവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റവന്യൂ കോടതിയിൽ വരിക. അതിൽ ബോർഡ് ഓഫ് റവന്യൂ ഉണ്ട്, കമ്മീഷണർ ഉണ്ട്, കളക്ടർ ഉണ്ട്, തഹസിൽദാർ ഉണ്ട്, അസിസ്റ്റന്റ് തഹസിൽദാർ ഉണ്ട്. റവന്യൂ കോടതിയിൽ വരുന്നത് ആരൊക്കെയാണ്? ബോർഡ് ഓഫ് റവന്യൂ, കമ്മീഷണർ, കളക്ടർ, തഹസിൽദാർ, അസിസ്റ്റന്റ് തഹസിൽദാർ തുടങ്ങിയ ആളുകൾ ഉൾപ്പെടുന്നതാണ് റവന്യൂ കോടതി.
അവിടെ പരിഗണിക്കുന്ന വിഷയം എന്താണ്? ഭൂനികുതി, കാർഷിക ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഭൂമി തർക്കങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പം ചില നമ്മള് പാടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നെല്ലൊക്കെ കൃഷി ചെയ്തിരുന്ന പാടങ്ങൾ നികത്തണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. അതങ്ങനെ നികത്താന് അനുമതി കിട്ടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അതിന്റെ കാര്യങ്ങൾ തെളിയിച്ചു കൊടുക്കണം. കാരണം നമ്മളുടെ കൃഷിഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൃഷിഭൂമിയെ വയൽ സംരക്ഷിക്കണം എന്നൊരു ഉപാധി കാരണം ഈ വയലോരങ്ങളൊക്കെ നികത്തണമെങ്കിൽ പെർമിഷൻ കിട്ടേണ്ടത് വളരെ പ്രയാസമാണ്. അപ്പൊ അതിനൊക്കെ വേണ്ട കാര്യങ്ങൾ എവിടെയാണ്, ഏത് കോടതിയിലാണ് ചർച്ച ചെയ്യുക? ബോർഡ് ഓഫ് റവന്യൂലും കമ്മീഷണറിലും കളക്ടറിലും തഹസിൽദാരും അസിസ്റ്റന്റ് തഹസിൽദാരും ഒക്കെയാണ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അപ്പൊ അതൊക്കെയാണ് ഇവിടെ പറയുന്ന റവന്യൂ കോടതി. അപ്പൊ കുട്ടികളെ, കീഴ്ക്കോടതിയെ 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്: സിവിൽ കോടതി, ക്രിമിനൽ കോടതി, റവന്യൂ കോടതി. അതില് സിവിൽ കോടതിയിൽ വരുന്നത് എന്തൊക്കെയെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ക്രിമിനൽ കോടതിയിൽ എന്തൊക്കെയാ വരിക എന്ന് മനസ്സിലാക്കി തന്നു. റവന്യൂ കോടതിയിൽ എന്തൊക്കെയാ വരിക, അവിടെ പരിഗണിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് പ്രധാന ചോദ്യങ്ങളാണ്. എന്തൊക്കെയാ നോക്കൂ. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. ഹൈക്കോടതി ഏത് റിട്ടുകളാണ് പുറപ്പെടുവിക്കാറുള്ളത്? ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, പ്രോഹിബിഷൻ, ഫോർട്ടിയറാരി, കോവാറന്റോ. ഇതൊക്കെയാണ് ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടുകൾ. ഹൈക്കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഹൈക്കോടതി എല്ലാ വിധികളുടെയും രേഖകൾ സൂക്ഷിക്കുകയും മാത്രമല്ല കോടതീയ ലക്ഷ്യത്തിന് ശിക്ഷ നൽകുകയും ചെയ്യുന്നു. അപ്പൊ ഹൈക്കോടതി എപ്പോഴും എല്ലാ കേസിന്റെയും ഫയൽ സൂക്ഷിച്ചു വെക്കും. വേറൊരു കേസ് വിചാരണ നടത്തണമെങ്കിൽ ആ ഫയൽ ഉപയോഗിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഹൈക്കോടതി കോർട്ട് ഓഫ് റെക്കോർഡ് ആണ് എന്ന് പറയാനുള്ള കാരണം. സിവിൽ കോടതികൾ പരിഗണിക്കുന്ന കേസുകൾ എന്തൊക്കെയാണ്? സ്വത്ത്, വിവാഹമോചനം, കരാറ്, വാടക തർക്കമൊക്കെയാണ് സിവിൽ കോടതികൾ പരിഗണിക്കുക. ക്രിമിനൽ കോടതികൾ പരിഗണിക്കുന്ന കേസുകൾ മോഷണം, കൊലപാതകം, കവർച്ച, ആക്രമണം. ജില്ലയിലെ ഏറ്റവും വലിയ സിവിൽ കോടതി ജില്ലാ കോടതിയാണ്. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ക്രിമിനൽ കോടതി സെഷൻ കോടതിയാണ്. റവന്യൂ കോടതികളുടെ പ്രധാന ചുമതല ഭൂനികുതി സംബന്ധമായ കേസുകളായിരിക്കും. മരണശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ആരുടെ അംഗീകാരം വേണം? ഹൈക്കോടതിയുടെ സ്ഥിരീകരണം വേണം. ലോവർ കോർട്ടിനോ ജില്ലാ കോടതികൾക്കോ കീഴ്ക്കോടതികളായിട്ടുള്ള, കീഴ്ക്കോടതി തന്നെ എത്ര എണ്ണം ഉണ്ട്? സിവിൽ കോടതി ഉണ്ട്, ക്രിമിനൽ കോടതി ഉണ്ട്, റവന്യൂ കോടതി ഉണ്ട്. അവർക്കൊന്നും വധശിക്ഷയൊന്നും നടപ്പാക്കാൻ കഴിയില്ല. അതപ്പോ വധശിക്ഷ നടപ്പാക്കാനുള്ള അംഗീകാരം ആരിൽ നിന്നും കിട്ടണം? ഹൈക്കോടതിയുടെ സ്ഥിരീകരണം ആവശ്യമാണ്. പിന്നെ നമുക്ക് ഇതിൽ പരീക്ഷയ്ക്ക് ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓരോ സംസ്ഥാനത്തിനും എന്തുണ്ടായിരിക്കും? ഹൈക്കോടതി ഉണ്ടായിരിക്കും. വിരമിക്കൽ പ്രായം ഹൈക്കോടതിയിൽ 62 വയസ്സായിരിക്കും. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ, റവന്യൂ കോടതികളാണ്. രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുക. ഹൈക്കോടതി ഒറിജിനൽ ആൻഡ് അപ്പീലേറ്റ് ജുഡിക്കേഷൻ നിലകൊള്ളുന്നുണ്ട്. കോർട്ട് ഓഫ് റെക്കോർഡ് ഉണ്ട്. മരണശിക്ഷ ഹൈക്കോടതി സ്ഥിരീകരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പൊ ഹൈക്കോടതി സ്ഥിരീകരിച്ചെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? മരണശിക്ഷ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ടീച്ചർ ഒന്നുകൂടി കാണിച്ചു തരാം. ഹൈക്കോടതിയും കീഴ്ക്കോടതിയും അതില് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? അതായത് നമ്മള് ഹൈക്കോടതി എന്താന്ന് പഠിച്ചു. അതേപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതിയും ആരാണ് നിയമിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കിയത്. നിയമനവും യോഗ്യതയും മനസ്സിലാക്കി. ഇതൊക്കെ ടീച്ചർ ഇങ്ങനെ കാണിച്ചു തരണേ നിങ്ങൾക്കിത് ക്ലാസ് കേൾക്കുമ്പോ തന്നെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതൊക്കെ ക്ലാസ് കേൾക്കുമ്പോ തന്നെ നിങ്ങൾ എഴുതിയെടുത്തോളുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ കാലാവധിയും നീക്കം ചെയ്യലും, അതേപോലെ തന്നെ ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാന്നുള്ളത്, ഒറിജിനൽ ജുഡിക്കേഷനിൽ എന്തൊക്കെയാ വരിക, അപ്പീലേറ്റ് ജുഡിക്കേഷനിൽ എന്തൊക്കെയാ വരിക,
ഒറിജിനൽ ജുറിഡിക്കേഷനിൽ മൗലികാവകാശ ലംഘന കേസുകൾ, റിട്ട് പുറപ്പെടുവിക്കല്, തെരഞ്ഞെടുപ്പ് ഹർജികള്, അപ്പീലേറ്റ് ജുറിഡിക്കേഷനിൽ, സിവിൽ കേസുകളിലെ അപ്പീല്, ക്രിമിനൽ കേസുകളിലെ അപ്പീല്, പിന്നെ നമ്മള് ഹൈക്കോടതിയുടെ മറ്റ് അധികാരങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി. അതേപോലെ കീഴ്ക്കോടതിയെ 3ആയി തിരിച്ചിട്ടുണ്ട്: സിവിൽ കോടതി, ക്രിമിനൽ കോടതി, റവന്യൂ കോടതി. സിവിൽ കോടതിയിൽ എന്തൊക്കെ വരിക നമ്മൾ മനസ്സിലാക്കി, എന്തൊക്കെ കേസുകളാണ് അവിടെ പരിഗണിക്കാൻ മനസ്സിലാക്കി. ക്രിമിനൽ കോടതിയിൽ എന്തൊക്കെ വരിക, അവിടെ എന്തൊക്കെ കേസുകളാണ് പരിഗണിക്കുക എന്ന് മനസ്സിലാക്കി. റവന്യൂ കോടതിയിൽ എന്തൊക്കെ വരിക, എന്തൊക്കെ കേസുകളാണ് പരിഗണിക്കുക എന്ന് മനസ്സിലാക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും നമ്മൾ വളരെ വ്യക്തമായി എടുത്തു. നിങ്ങൾ ഈ റെക്കോർഡിംഗ് ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡ് പഠിക്കും. ഇതിന്റെ കോഡ് 317 ആണ്. ഈ ഒരു ഗൈഡിലെ 15ാമത്തെ ചാപ്റ്റർ ആണ് ഹൈക്കോർട്ട്. അപ്പൊ റെക്കോർഡിംഗ് കേട്ടിട്ട് നിങ്ങൾ ഗൈഡും കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളതായ രീതിയിൽ പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ നമുക്കിനി പൊളിറ്റിക്കൽ സയൻസിന്റെ അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.